ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഇപ്പോഴൊരു നോ കോണ്ടാക്റ്റിലായിരിക്കാം. അപ്പോൾ ആ നോ കോണ്ടാക്റ്റിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്. ഇപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്, ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് ടെമ്പറൻസ് കാർഡാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു നോ കോണ്ടാക്റ്റിൽ തന്നെയാണ് എന്നുള്ളത് ഉറപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സ്നേഹം ഒന്നും വേണ്ട എന്ന് വെച്ചതിന് ശേഷം അവർ പുറകോട്ട് നടന്ന് നീങ്ങുന്ന ഒരു പിക്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ വ്യക്തി എന്തൊക്കെയോ കുറേ ഫീലിങ്സുകൾ ഇവർക്കുണ്ട്, വിഷമങ്ങൾ, ഭാരമൊക്കെ ഇവർക്കുണ്ട്. അതൊക്കെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിൽ ഇവർ പിന്തിരിഞ്ഞ് നടന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് എന്ന രീതിയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാതെ മാറിപ്പോകുന്ന തരത്തിലുള്ള എനർജീസ് ആണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നൊക്കെ ഉണ്ട്, എങ്കിലും എന്തോ ഒരു വ്യക്തിപരമായ നിങ്ങൾ തമ്മിലുണ്ടായ തർക്കങ്ങളോ കാരണങ്ങളോ ഒക്കെ മൂലം ഇവിടെ ഒരു കോൺഫ്ലിക്ട്സ് നമുക്ക് കാണാനായിട്ട്, ഒരു വഴക്കുകളൊക്കെ നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ആകാം അതിനൊരു കാരണം. അവർ സ്വയം ഒരു ഡിസ്റ്റൻസ് എടുക്കേണ്ടി വന്നു എന്ന് സൂചിപ്പിക്കുന്ന കാർഡാണ് ഈ ഫസ്റ്റ് കാർഡ്. അവർക്ക് തന്നെ, അതായത് മറ്റാരുടെയും ഒരു പ്രേരണ കൊണ്ടല്ല, അവർ സ്വന്തം ഒരു ഡിസിഷൻ എടുത്തു, ഞാൻ ഇവിടെ ഒരു ഡിസ്റ്റൻസ് എടുത്ത് നിൽക്കേണ്ടതാണ് ഇപ്പൊ അനിവാര്യമായിട്ടുള്ളത് എന്ന് വിചാരിച്ചിട്ട് അതിന് തക്കതായ എന്തോ ഒരു കാരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവര് മനഃപൂർവ്വമായിട്ട് സ്വന്തമായിട്ട് എടുത്തൊരു തീരുമാനമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പിൽ ഒരു ബോറിങ് എനർജി കടന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ശൂന്യത കൂടി വന്നതനുസരിച്ചാണ് ആ ഒരു ശൂന്യതയാണ് ഇവരെ ബാധിച്ചതും ഇവർ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാനായിട്ടുണ്ട്, ഒരു നോ കോണ്ടാക്റ്റിലേക്ക് വരെ പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നാണ് കാണുന്നത്. പിന്നീട് നമുക്ക് വരുന്ന ഒരു കാർഡ് 2 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡാണ്. ഇവിടെ ഇവര് ശരിക്കും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത നിലയിൽ സ്റ്റക്കായി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഒരു ആശയക്കുഴപ്പം, 2 ആശയങ്ങളുണ്ട്, ഇതിൽ ഏത് തീരുമാനം എടുക്കണം എന്ന രീതിയിൽ വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഈ ഒരു റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകണോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് മാറിപ്പോണോ, ഇത് മൂവ് ഓൺ ചെയ്ത് പോകണോ. ഇപ്പൊ നിലവിൽ നോ കോണ്ടാക്റ്റിലായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് എങ്കിലും ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണോ, ഇനി ഇവർക്കൊരു കോണ്ടാക്ട് കൊടുക്കണോ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എനിക്ക് ഇനി നല്ലതായിരിക്കുമോ, ഇവരോട് സംസാരിക്കണമോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു ചിന്തയിലൂടെ ഇവർ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അവർക്ക് വളരെയധികം ഒരു ആശയക്കുഴപ്പമാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് വ്യക്തമായൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് 2 ഓഫ് സോർഡ്സ് എന്ന് മനസ്സിലാവുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 5 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡാണ്. ഇവർക്ക് ഒരു പക്വതയായിട്ടുള്ള, ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ബോധത്തിലേക്ക് ഇവർക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ ശരിക്കും അവരുടെ ഉള്ളിൽ തന്നെ കുറച്ച് ഇൻസെക്യൂരിറ്റീസ് അവർക്കുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളോട് ഒത്തിരി റെസ്പെക്റ്റ് ഉണ്ട്, സ്നേഹമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചില വാക്കുകളിൽ നിന്നോ, നിങ്ങളുടെ ചില പെരുമാറ്റങ്ങളിൽ നിന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെയോ, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആരുടെയൊക്കെയോ സംസാരത്തിൽ നിന്നായിരിക്കാം ഈ വ്യക്തിക്ക് കുറിച്ചൊരു പേടിയും ഇൻസെക്യൂരിറ്റിയും ഒക്കെ കയറിയിരിക്കുന്നതായിട്ട് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ കുറച്ചൊരു ഉയർന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരാളെയാണ് ഡിസർവ് ചെയ്യുന്നത്, ഈ ഒരു വ്യക്തിയല്ല. ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി പരിമിതികളുണ്ട്, കുറവുകളുണ്ട് എന്നൊക്കെ ഈ വ്യക്തി തന്നെ വിചാരിക്കുകയാണ്. ചിലപ്പോൾ അത് അവരുടെ ഒരു ഇൻസെക്യൂരിറ്റി, അല്ലെങ്കിൽ ഒരു ബാല്യകാലത്തെ ട്രോമാസ് കൊണ്ടൊക്കെ ആയിരിക്കും അവർക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണ് ഉള്ളതെന്നാണ് കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നോ മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് നിങ്ങളിൽ നിന്നുണ്ടായ പ്രതികരണത്തിൽ നിന്നോ ഒക്കെ ആയിരിക്കും അവർക്ക് ആ രീതിയിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിലും ഈ ഒരു വ്യക്തിയെക്കാളും നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ ഡിസർവ് ചെയ്യുന്നത്, നിങ്ങൾക്കത് കിട്ടേണ്ടതാണ്. അപ്പോൾ ഞാൻ മാറിക്കൊടുക്കാം, അവർക്ക് നല്ല ഒരു ആള് വന്നോട്ടെ, എന്നെക്കാളും കുറച്ചുകൂടെ നല്ലൊരാൾ വരട്ടെ എന്ന രീതിയിൽ ഈ വ്യക്തി ചിന്തിക്കുന്നു. അതായത് ഞാൻ മതിയായ ഒരു ആളല്ല എന്ന് സ്വയം ഇവർ വിലയിരുത്തിയാണ് അവരെ തന്നെ.
അങ്ങനെ തോന്നുന്ന ഒരു അവസ്ഥയൊക്കെ അവർക്ക് വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ഥിരത, ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല എന്നാണ് ഒരു പേടി കാരണം അവർ മാറി മാറി തെന്നി തെന്നി വഴുതി മാറി പോകുന്നത് കാണാൻ സാധിക്കുന്നു. പിന്നെ വരുന്ന കാർഡ് ഇത് ഹെർമിറ്റ് കാർഡാണ്. ഇതിന് ഈ ഒരു കാർഡ് നോ കോണ്ടാക്റ്റിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ശരിക്കും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന് ഇവരെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ തുടങ്ങി. ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഒത്തിരി ഹർട്ട് ആകുന്ന രീതിയിൽ നിങ്ങളും ചിലപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ ദേഷ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് വളരെയധികം സ്നേഹവും ആ ഒരു മനസ്സിൽ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു സ്നേഹത്തില് ഇങ്ങനെ പ്രതികരണങ്ങൾ നടത്താനായിട്ട് കഴിവില്ലാത്തൊരു വ്യക്തിയാണ്. പെട്ടെന്ന് ആർക്കാണെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അല്ലെ ഹർട്ട് ചെയ്യുന്ന വാക്കുകൾ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊന്നും ഇവരെ കുറിച്ചൊന്നും വിലയിരുത്തിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഈ റിലേഷൻഷിപ്പിൽ വന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ സംസാരത്തിൽ നിന്നും മറ്റുള്ള ആളുകളുടെ സംസാരത്തിൽ നിന്നൊക്കെയാണ് ഇവരെ സ്വയം വിലയിരുത്താനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു സമയം കൂടിയാണ് ഈ ഒരു നോ കോണ്ടാക്റ്റിന്റെ സമയം. അതാണ് ഇതിന് പ്രധാന കാരണം. അവർ തന്നെ ചിന്തിക്കുകയാണ്, എനിക്ക് കുറെ മിസ്റ്റേക്കുകൾ ഉണ്ട്, എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ഞാൻ പഠിച്ച് വരേണ്ടതായിട്ടുണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം, അതിന് വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് ആവശ്യമാണ് എന്ന രീതിയിൽ അവരൊരു ബ്രേക്ക് എടുത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ഹെർമിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ സെർച്ചിങ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ അവേക്നെസ് ഒക്കെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ക്യാരക്ടറിന്റെ ഒരു അല്ലെങ്കിൽ ഒരു സോളിന്റെ അന്വേഷണത്തിലാണ് എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് ശരിക്കും പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അവരെ തന്നെ പഠിക്കുന്നു, എന്തൊക്കെ തെറ്റുകൾ വന്നു, കുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്തുനിന്നുണ്ട്, അങ്ങനെയൊക്കെ വിലയിരുത്തി അവർ മാറാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് തിരിച്ചറിവുണ്ടാവുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വരുന്നത് അതാണ് ഈ ഒരു ബ്രേക്ക്, ഈ ഒരു നോ കോണ്ടാക്ട് വന്നതെന്നുള്ള പ്രധാന ഒരു കാരണം. അവർക്ക് അത് മനസ്സിലായി എന്നുള്ളതാണ്. പിന്നെ 5 ഓഫ് വാൻഡ്സ് എന്ന് പറയാൻ നമുക്ക് അത് ഞാൻ ആദ്യമേ തന്നെ റീഡിങ്ങിന്റെ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ പല വഴക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് വീണ്ടും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഈഗോ ക്ലാഷസ് ഒക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി, അത് തമ്മിൽ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ ഉണ്ടായി. ആ ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങളും പല കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടുണ്ടാകാം. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പോരാത്ത ഒരാളാണ് എന്നിവർ ചിന്തിക്കുന്നു. അത് വളരെ ബുദ്ധിമുട്ടിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അതിനൊരു ഹീലിംഗ് ആവശ്യമാണ്. ആ ഒരു ഹീലിംഗിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു വ്യക്തിയെ യൂണിവേഴ്സ് ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ്. അതും അവരെടുത്തൊരു ഡിസിഷന്റെ പുറത്ത് തന്നെയാണ് അവർ മാറി നിൽക്കുന്നത്. പിന്നെ വരുന്നത് 10 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. ഒരു ആഴത്തിലുള്ള ഒരു തളർച്ച ഈ ഒരു പേഴ്സണ്, മെന്റലി അവർ വളരെ വീക്കായി പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നമൊക്കെ വന്നപ്പോഴായിരിക്കാം ഇത്രയധികം ഒരു വീക്കായി പോയ ഒരു അവസ്ഥയിലേക്ക് അവർ പോയിട്ടുണ്ടാവുക. ശരിക്കും നമ്മളിപ്പോൾ സാധാരണ റിലേഷൻഷിപ്പിൽ കാണുന്ന പോലെയല്ല, ഒത്തിരി പ്രാവശ്യം നിങ്ങൾ പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ നോ കോണ്ടാക്റ്റും ബ്രേക്കപ്പും ഒക്കെ വന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ ഒരുമിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്നു. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നു, ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലേക്ക് പോകുന്നു, വീണ്ടും ഇങ്ങനെ തിരിച്ചു വരുന്നു. ഈ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ്, ഒരു ഓൺ ആൻഡ് ഓഫ് രീതിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ അതില് അങ്ങനെ ഓരോ പ്രാവശ്യം സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിന് മുറിവേറ്റ് വളരെ ഒരു വിഷമിക്കുന്ന ഒരവസ്ഥ. ഇനി ഇതിനകത്ത് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഈ റിലേഷൻഷിപ്പിൽ എനിക്കൊരു ബ്രേക്ക് വേണം, മടുത്ത നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ വ്യക്തിയുടെ 10 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് വരുന്നത്. എല്ലാ രീതിയിലും ഒത്തിരി അനുഭവിച്ചു ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നു. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ശരികൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ഒത്തിരി അനുഭവിച്ചു ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതുകൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി വയ്യ എന്ന രീതിയിൽ ഈ ഒരു വ്യക്തി നോ കോണ്ടാക്റ്റിലേക്ക് പോയി എന്ന് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ പേജ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇമോഷണൽ ഇൻമാച്യൂരിറ്റി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു വൾനറബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ അവർക്ക് കുറേ വികാരങ്ങൾ നിങ്ങളോട് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അവര് മനസ്സിൽ ഇപ്പൊ നല്ലൊരു സ്നേഹമുണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല അവര് പുറത്തേക്ക് പറയുന്നത്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അവരുടെ മനസ്സിൽ അപ്പൊ ഒന്ന് ഞാനും
ഒരു കുറച്ചൊക്കെ ഒന്ന് താന്ന ഒരു സ്നേഹത്തിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്നൊക്കെ കരുതി ഒരു പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ അങ്ങനെ സംസാരിക്കാം എന്നൊക്കെ മനസ്സിൽ കരുതും. പക്ഷെ ആ ഒരു പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ വരുന്നു, സംസാരങ്ങൾ വരുന്ന സമയത്ത് ആ ഒരു വ്യക്തി മനസ്സിലുള്ളതല്ല പുറത്തേക്ക് പറയുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. വളരെ വൾണറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പൊ ഇവര് തന്നെ ചില സമയത്ത് വിചാരിക്കാറുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നും പറയാനായിട്ട് പോയ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഈ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അടുത്ത് സംസാരിക്കാൻ മനസ്സിൽ പോലും വിചാരിച്ച കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞതല്ലോ എന്ന് ഇവര് തന്നെ ആ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വിചാരിക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേഷന്റെ കുറവ് അത് ഇവർക്ക് കിട്ടുന്നില്ല. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് അതിൻ്റെയോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് ഒരു ധൈര്യക്കുറവും ഇവർക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവരെ ഒരു നോ കോണ്ടാക്റ്റിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. പിന്നെ നൈറ്റ് ഓഫ് സോഡ്സും നമുക്ക് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ തുടക്കത്തില് ഉള്ള ഒരു തീരുമാനങ്ങളൊക്കെ അവരെടുത്തു, അതിന്റെ ഒരു റിവാർഡ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു റിവാർഡ് കിട്ടി. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ വന്നു, നല്ല രീതിയിൽ നിന്നു, അതിന്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത് എന്നൊക്കെ ഓർത്ത് ഇവർ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അവർക്ക് നല്ല കുറ്റബോധമുണ്ട്. അങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇനി ഒരു ഡിസ്റ്റൻസ് എടുത്ത് പോകാം. ഒരു ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവരിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പീസ് കിട്ടും എന്നൊക്കെ ഈ വ്യക്തി വിചാരിക്കുകയാണ്. എനിക്കൊരു മനസമാധാനമെങ്കിലും കിട്ടി ഇതെന്ന് പോയാൽ എന്നൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ അവർ മനസ്സിലിങ്ങനെ വിചാരിച്ച് ഒരു ഡിസിഷൻ എടുത്ത് അവർ അങ്ങനെ മാറിപ്പോയി ആ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ 4 ഓഫ് പെന്റിക്കിൾസിന്റെ ഒരു കാർഡ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഹൃദയം, ഇവരുടെ ഹാർട്ട് ലോക്ക് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ, ആ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. എന്നെ ആരും ഇനി ഹർട്ട് ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അതായത് അവർ സെൽഫ് പ്രൊട്ടക്ഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി എൻ്റെ ഹൃദയത്തിലേക്ക് ആരും കയറുകയും വേണ്ട, എനിക്ക് ആരെയും കാണുകയും വേണ്ട, എൻ്റെ ഹൃദയം ഞാൻ സംരക്ഷിക്കും എന്ന രീതിയിൽ അവരവരുടെ ഹൃദയം ലോക്ക് ചെയ്ത് താഴിട്ട് പൂട്ടി വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് 4 ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയധികം ഇവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കില്ല, ചിലപ്പോൾ ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ ആയിരിക്കാം. എന്താണെങ്കിലും ഇവർക്ക് ഒത്തിരി അധികം അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കാര്യം പറഞ്ഞിട്ട്. അതാണ് അവരിത് വേണ്ട എന്ന് വെച്ച് മാറി നിൽക്കുന്നത്. അവർക്ക് ഒത്തിരി ഹേർട്ടായിട്ടുണ്ട് പല കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ അവരുടെ ഹൃദയം അടച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്, ലോക്ക് ചെയ്ത് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ദ മൂൺ കാർഡ് വരുന്നുണ്ട്. പിന്നെ അവരുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ കാര്യങ്ങളോ ആശയക്കുഴപ്പമോ ഒക്കെ അവർക്കുണ്ട്, ഇൻസെക്യൂരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതാണല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രശ്നം. നല്ല രീതിയിൽ സംസാരിക്കാൻ അവർക്ക് അറിയില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ മൂൺ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അത് ഈ ഒരു കാര്യങ്ങള്, പിന്നെ കുറെ ഇല്യൂഷൻസ് ഇവർക്കുണ്ട്. അതായത് ഇവർക്ക് കുറെ ചിന്തകളും കാര്യങ്ങളും, ഇവരുടേതായ കുറച്ച് ബിലീഫ്സ് ഒക്കെ ഉണ്ട് ഇവർക്ക്. അപ്പൊ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പറഞ്ഞു കൊടുത്തിട്ടുള്ള കുറെ ബിലീഫ്സ് ആയിരിക്കാം. ഒരു റിലേഷൻഷിപ്പ് ആയിക്കഴിഞ്ഞാൽ എടാ ഇങ്ങനെയാണ്, അല്ല എടി ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്രണ്ട്സ് കൂടുമ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ ഈ ഒരു ബാല്യം മുതൽ ഇവര് ഈ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലുള്ളവരായിരിക്കും. അവർക്ക് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ബൗണ്ടറീസ് ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. ഇതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൾണറബിൾ ആയി. അല്ലാന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് അതിർവരമ്പുകൾ വെക്കുക, അല്ലെങ്കിൽ ഈ രീതിയിൽ സംസാരിക്കുന്നത് അത്രക്കാരാണെന്ന് പറയുക. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു തോന്നലുകൾ ഈ ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ട് വന്ന ടൈമിൽ ആ ഒരു തോന്നലുകൾ അവരുടെ മനസ്സിൽ അടിയുറച്ചു പോയതാണ്. ആ ഒരു തോന്നലുകളൊക്കെ അതിന്റെ ഫലമായിട്ട് വരുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ആ ഒരു ഇല്യൂഷൻസ് ഒക്കെ കാരണം കൂടുതൽ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിൽ വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായത് ആ ഒരു കാര്യങ്ങൾ കൂടിയാണ് എന്നാണ് മുൻകാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്നത് മാസ്റ്റർ കാർഡ്, ടെമ്പറൻസ് കാർഡാണ്. ഇനി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഔട്ട്കമ്മിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ അവരുടെ ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു ബാലൻസ് കിട്ടാനായിട്ട്, ഒരു സമാധാനം കിട്ടാനായിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത്രയും ഒരു അൺസ്റ്റേബിൾ ആയിരുന്നപ്പോഴാണ് ഈ ഒരു നോ കോണ്ടാക്ട് ഉണ്ടായത്. പക്ഷെ ഇപ്പം അവർ അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ടെമ്പറൻസ് കാർഡ് നമുക്ക് ലാസ്റ്റ് മാസ്റ്റർ കാർഡ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഒരു ഔട്ട്കം കാർഡാണ് ഇത്, ടെമ്പറൻസ് കാർഡ്. അപ്പോൾ നിങ്ങൾ ആ ഒരു നോ കോണ്ടാക്റ്റിൽ നിന്ന് അവർ പുറത്തു കടക്കും എന്ന് തന്നെയാണ്. അവർക്കൊരു ശാന്തതയും ഒരു മെന്റൽ ബാലൻസും ഒക്കെ അവർ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ അതിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർ നിങ്ങളുമായിട്ട് വീണ്ടും സംസാരിക്കാനായിട്ട് തയ്യാറാകും എന്നതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ഈ ഒരു ടെമ്പറൻസ് കാർഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ റീഡിംഗ് നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ പിന്നെ ഇതൊന്ന് ഒരു ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ, അവർക്ക്
സ്വയം അവർക്ക് കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, മാനസിക വിഷമങ്ങളുണ്ട്, ഒരു പേടിയുണ്ട്, സംശയം, തെറ്റിദ്ധാരണ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം പിന്നെ നിങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ കുറെ പ്രശ്നങ്ങൾ വരും, വഴക്കുകളും കാര്യങ്ങളൊക്കെ വരും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും പറയേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുള്ളത്. അതുപോലെ ഇമോഷണൽ ഇമ്മാച്യൂരിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണിത്. കുറച്ചുകൂടെ ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്, സ്വയം ബാലൻസ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ടെമ്പറൻസ് കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നമുക്കൊരു സൈനാണ് യൂണിവേഴ്സ് തരുന്നത്. ഒരു ബാലൻസ് കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് നേരിട്ട് സംസാരിക്കാനായിട്ട് അവർ തയ്യാറാകും എന്നതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് ലാസ്റ്റത്തെ കാർഡിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു കോണ്ടാക്ട് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ. പ്രതീക്ഷയോടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു കോണ്ടാക്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ കിട്ടുന്നത് ടാറ്റു ഓൺ നെക്കിൽ കഴുത്തിലൊക്കെ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. പേഷ്യൻസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഡ്രോയിങ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. ടുഡേ, 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ N കിട്ടുന്നുണ്ട്. 222 എന്ന് പറയുന്നൊരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. അതുപോലെ കോട്ടയം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ G നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 50 കിട്ടുന്നുണ്ട്. 1991 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. കുക്കിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ K നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 21 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എക്സ്പെക്ട് മെറാക്കിൾസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നു. ലെറ്റർ J നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. കൈൻഡ്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്. മെയ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1991 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ U നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 31 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 1 മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് ക്രേസ് ഉള്ള വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 30 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബ്രൗൺ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ളൊരു കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 9 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 23 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലൈക്സ് ട്രാവലിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചിങ് ഫീൽഡിൽ നിന്നുള്ള വ്യക്തികളൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 55 നമുക്ക് കിട്ടുന്നു. അതുപോലെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1978 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് നമ്പർ 4 ആണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്.